തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇടതൂർന്നതും ഈർപ്പമുള്ളതുമായ ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടാണ് ആമസോൺ മഴക്കാടുകൾ. ഏകദേശം 6.7 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഇതിന്. ഭൂമിയിൽ മറ്റെവിടെയും കാണാത്ത സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒരു വലിയ ലോകമാണ് ആമസോൺ മഴക്കാടിനുള്ളിലുള്ളത്. ഭൂമിക്ക് ആവശ്യമായ ഓക്സിജന്റെ ഒരു പ്രധാന സ്രോതസ്സു കൂടിയായ ആമസോൺ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. 9 രാജ്യങ്ങളുടെ പ്രദേശങ്ങളിലൂടെയാണ് കാട് വ്യാപിച്ചു കിടക്കുന്നതെങ്കിലും 60% ഉൾക്കൊള്ളുന്നത് ബ്രസീലിലാണ്. ഭൂമിയിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഴക്കാടുകളിൽ പകുതിയിലധികവും ആമസോൺ പ്രതിനിധീകരിക്കുന്നു. ഏകദേശം 350 വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട 30 ദശലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ വസിക്കുന്നത്. ഇതിൽ തന്നെ 60ഓളം ഗ്രൂപ്പുകൾ മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടാണ് വസിക്കുന്നത്. ആമസോൺ മഴക്കാടുകളിൽ കുറഞ്ഞത് 40,000 ഇനം സസ്യജാലങ്ങൾ, 1000-ൽ പരം ഇനം മൃഗങ്ങൾ, നദികളിൽ 2200-ൽ പരം ഇനം മത്സ്യങ്ങൾ എന്നിവയുണ്ട്. ഇത്രയും വിസ്തൃതമായ പ്രദേശമായതിനാലും മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശമായതിനാലും ധാരാളം അപകടകാരികളായ ജന്തുവർഗങ്ങൾ ഉള്ളതിനാലും ഈ വനപ്രദേശത്തിന്റെ എല്ലാ ഭാഗത്തും ആധുനിക മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും അധികം ജീവിവർഗങ്ങൾ കൊള്ളയടിക്കുന്ന ഈ പ്രദേശങ്ങളിൽ പക്ഷേ വംശനാശ ഭീഷണി നേരിടുന്ന ധാരാളം ജീവിവർഗങ്ങളുമുണ്ട്. ഇനി നമുക്ക് ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഇനം ജീവിവർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ജഗ്വാർ ആണ്. പൂച്ചവർഗത്തിൽപ്പെട്ട ജഗ്വാർ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ജീവിയാണ്. വിദഗ്ധരായ വേട്ടക്കാരായ ജഗ്വാറുകൾ ശക്തമായ താടിയെല്ലുകൾക്കും മൂർച്ചയുള്ള പല്ലുകൾക്കും പേര് കേട്ടവരാണ്. മികച്ച നീന്തൽക്കാരായ അവർ പലപ്പോഴും നദികൾക്കും അരുവികൾക്കും സമീപമാണ് കാണപ്പെടുന്നത്. മറ്റു ജീവികളുടെ എണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനാൽ ആമസോൺ മഴക്കാടുകളിലെ ആവാസ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ജഗ്വാറുകൾ. എന്നാൽ വേട്ടയാടലുകൾ കാരണം അവ ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ്. അടുത്തതായി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് പിങ്ക് ഡോൾഫിനുകളാണ്. ആമസോൺ നദീതടങ്ങളിൽ കാണപ്പെടുന്ന ശുദ്ധജല ഡോൾഫിനുകളാണ് പിങ്ക് കളറിലുള്ള ഡോൾഫിൻ. ശുദ്ധജലത്തിൽ വസിക്കാൻ സാധിക്കുന്ന ചുരുക്കം ചില ഡോൾഫിനുകളിൽ ഒന്നാണിത്. പിങ്ക് ഡോൾഫിനെ ഒരു വിശുദ്ധ ജീവിയായിട്ടാണ് കണക്കാക്കുന്നത്. ആവാസ വ്യവസ്ഥയുടെ മലിനീകരണവും മനുഷ്യന്റെ മറ്റു പ്രവർത്തനങ്ങൾ മൂലവും ഇവ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നു. വേറൊരു ജീവിവർഗം ജയന്റ് ഒട്ടർ ആണ്. ആമസോൺ നദികളിൽ കാണപ്പെടുന്ന വലിയ ഇനം നീർനായയാണ് ജയന്റ് ഒട്ടർ. ലോകത്തിലെ ഏറ്റവും വലിയ നീർനായയായ ഇവയ്ക്ക് 6 അടി വരെ നീളമുണ്ടാകും. വേട്ടക്കാരായ ഇവർ മത്സ്യങ്ങൾ, ഉരകങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഇനം ഇരകളെ ഭക്ഷിക്കുന്നു. അടുത്തതായി ഹാർപ്പി ഈഗിൾ. വലിയ ശക്തിയേറിയ ഇരപിടിയൻ കഴുകനാണ് ഹാർപ്പി ഈഗിൾ. വലുതും ശക്തവുമായ കൊക്കും നീളമുള്ളതും വീതിയേറിയതുമായ ചിറകുകളുമാണ് അതിനുള്ളത്. കുരങ്ങുകൾ, പക്ഷികൾ എന്നിവയുൾപ്പെടെ വിവിധയിനം ഇരകളെ ഇവ ആഹാരമാക്കുന്നു. അടുത്തതായി ടാപ്പറുകൾ. വലിയ പന്നിയുടെ ശരീരത്തോട് സമാനമായ ടാപ്പറുകൾക്ക് ആനയുടെ തുമ്പിക്കൈയോട് സമാനമായ മൂക്കുകളാണുള്ളത്. ഇവ സസ്യഭുക്കുകളാണ്. എന്നാൽ ഇവയും വംശനാശ ഭീഷണിയിലാണ്. ഇവയെ കൂടാതെ വിവിധ വർഗത്തിലുള്ള കുരങ്ങുകൾ ഇവിടെയുണ്ട്. അവയിൽ ഒന്നാമത്തേത് സ്പൈഡർ മങ്കിയാണ്. വാലിൽ തലകീഴായി തൂങ്ങിക്കിടക്കുമ്പോൾ ചിലന്തികളെ പോലെ കാണപ്പെടുന്നതിലാണ് സ്പൈഡർ മങ്കി എന്ന പേര് വന്നത്. അടുത്തതായി ഗോൾഡൻ ലയൺ ടാമറിൻ. ഇവ ചെറുതും ചുവന്ന സ്വർണ്ണ നിറമുള്ളവയുമാണ്. നീളമുള്ള വാലുകളോട് കൂടിയ ഇവയ്ക്ക് സിംഹത്തിന്റെ മുഖത്തോടാണ് സാദൃശ്യം. അടുത്തതായി ബാൾഡുക്കാരി. ബാൾഡുക്കാരി അല്ലെങ്കിൽ മൊട്ടത്തലയുള്ള കുരങ്ങുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ചെറിയ വാലുള്ള ഇവയ്ക്ക് തിളങ്ങുന്ന സിന്ദൂര നിറമാണ്. അടുത്തതായി സ്ക്വിരൽ മങ്കീസ്. വലുപ്പക്കുറവും ചടുലമായ ചലനങ്ങളും കാരണമാണ് ഇവയ്ക്ക് അണ്ണാൻ കുരങ്ങുകൾ എന്ന പേര് വന്നത്. ഇവ ഒരു കൂട്ടമായി ജീവിക്കുന്ന വിഭാഗമാണ്. ഒരു ഗ്രൂപ്പിൽ 500-ൽ പരം ജീവികൾ ഉണ്ടായിരിക്കും. ഇവയെ കൂടാതെ മഗോ എന്നറിയപ്പെടുന്ന വിവിധ വർണ്ണത്തിലുള്ള തത്തവർഗങ്ങളും ഇവിടെയുണ്ട്. ഇവയുടെ സൗന്ദര്യവും ബുദ്ധിയും കാരണം മനുഷ്യരുടെ ജനപ്രിയ വളർത്തു ജീവികളായി ഇവ മാറിയിരിക്കുകയാണ്. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന കോഴിയുടെ വലിപ്പമുള്ള ഒരു പക്ഷിയാണ് ഹോഡ്സിൻ. അവയുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ ചിറകിലും 2 വലിയ നഖങ്ങളുണ്ട്. ദിനോസർ കാലഘട്ടത്തിലേക്കുള്ള ഈ പക്ഷിയുടെ ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തതായി കറുത്ത കൈമാൻ. മുതലയുടെ ഒരു ജീവിവർഗമാണ് കറുത്ത കൈമാൻ എന്നറിയപ്പെടുന്നത്. കുറഞ്ഞത് 16 അടി മുതൽ 20 അടി വരെ നീളമുള്ള വലിയ മുതൽ വിഭാഗമാണിത്. മീനുകൾ, കുരങ്ങുകൾ, മാനുകൾ, നദിയിലെ ഡോൾഫിനുകൾ മുതൽ കുതിരകളെയും നായ്കളെയും ഇവ ഭക്ഷണമാക്കാറുണ്ട്. വേറൊരു ജീവിവർഗമാണ് അനാക്കോണ്ട. ഏറ്റവും വലിയ പാമ്പിനമായ അനാക്കോണ്ട ഏകദേശം 8 മീറ്ററോളം വലുപ്പമുള്ളവയാണ്. ഇവയ്ക്ക് വിഷപ്പല്ലുകളില്ല. പെരുമ്പാമ്പിനെ പോലെ ഇരയെ ഞെക്കിക്കൊന്നാണ് ഇവ ഭക്ഷണമാക്കുന്നത്. ഇവ കൂടുതൽ സമയം വെള്ളത്തിലാണ് കഴിയുന്നത്. നദിയിൽ നിങ്ങൾക്ക് അനേകം അപകടകാരികളായ ജീവികളെയും കാണാൻ സാധിക്കും. അവയിൽ ഒന്നാണ് ഇലക്ട്രിക് ഈലുകൾ. നദിയിൽ ഇറങ്ങിയാൽ അവ ഷോക്ക് അടിപ്പിക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. മറ്റൊരു ജീവിവർഗം പിരാനയാണ്. അവ നദിയിൽ ഇറങ്ങുന്ന ജീവികളുടെ മാംസം പച്ചയ്ക്ക് കഴിക്കുന്നു.
വിഷവസ്തുക്കൾ സ്രവിപ്പിക്കുന്ന വിവിധയിനം വിഷഡാർട്ട് തവളകളും ഇവിടെയുണ്ട്. വാമ്പയർ വവ്വാലുകൾ പേ വിഷബാധ വൈറസുകൾ പരത്തുന്നതിനാൽ ഇവയും അപകടകാരികളാണ്. ഇവയെ കൂടാതെ ധാരാളം ചെറിയ ജീവിവർഗങ്ങളും ഇവിടെയുണ്ട്. അവയിൽ ചിലതാണ് ഫ്ലാനൽ മോത്ത്, ഹെയർ സ്ട്രീക്ക് ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന നിശാശലഭങ്ങൾ, ബുള്ളറ്റ് ആൻഡ് എന്ന ഒരുതരം ഉറുമ്പുകൾ, കമ്പിന്റെ രൂപത്തോട് സാദൃശ്യമുള്ള പുൽച്ചാടി വർഗ്ഗങ്ങൾ, വ്യത്യസ്ത തരം വണ്ടുകൾ എന്നിവ. വിക്ടോറിയ ആമസോണിക്ക എന്ന ഒരുതരം ഇലവർഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവയ്ക്ക് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വലിയ ഇലകളുണ്ട്. റഫ്ലേഷ്യ എന്ന ഒരുതരം പൂച്ചെടി ഇവിടെ കാണാൻ സാധിക്കും. ഭീമാകാരമായ പൂക്കൾ നിലത്തു നിന്ന് നേരിട്ട് വളരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നെപ്പന്തസിസ് എന്ന ഇരപിടിയൻ ചെടികളും ഇവിടെയുണ്ട്. ഇവയുടെ പ്രധാന ഭക്ഷണം ചെറിയ പ്രാണിവർഗ്ഗങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ വർഷവും ധാരാളം തീപിടുത്തങ്ങൾക്കും സാക്ഷിയാകാറുണ്ട് ആമസോൺ വനങ്ങൾ. ഇവയിൽ പലതും മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്നതാണ്. അനധികൃത ഭൂമി കയ്യേറ്റക്കാരാണ് ഇവ ഉണ്ടാക്കുന്നത്. ഭൂമിക്ക് ഓക്സിജൻ സംഭാവന നൽകുന്നതിൽ വലിയൊരളവ് പങ്കുവഹിക്കുന്ന ആമസോൺ മഴക്കാടുകൾ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്.